കുടുംബത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഘട്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലോട്ട് കടക്കാം. എയ്ഡ്സ് അല്ലെ HIV ഇൻഫെക്ഷൻ, ഇത് രണ്ടും എല്ലാവരും കേട്ട് കാണും. ഇന്നത്തെ വിഷയത്തിൽ നമുക്കിത് കൂടുതൽ ചർച്ച ചെയ്യാം. എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നു? നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. എന്താന്ന് പറഞ്ഞാൽ ഒരു ദിവസം 14,000 പുതിയ HIV ഇൻഫെക്ഷൻ കേസസ് ആണ് ഒരു ദിവസം അവർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന കേസസ് മാത്രമാണ്. റിപ്പോർട്ട് ചെയ്യാത്തത് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ആർക്കും കണക്ക് കൂട്ടാൻ പോലും പറ്റത്തില്ല. 2005 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 12,000 പേര് 15 വയസ്സ് തൊട്ട് 49 വയസ്സ് വരെ, ഇത്രയും പേരില് എസ്പെഷ്യലി 15 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെ ഉള്ളവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നമ്മൾ വിചാരിച്ചു 12,000 teenagers got up that morning or today morning and said, this is not going to happen to me. This is not going to happen to me, but they got infected with HIV infection. So it is important, each of us needs to know what is happening. ഇന്ത്യയിൽ എങ്ങനെയാണ് HIV ചിത്രീകരണം? ഏറ്റവും ആദ്യത്തെ കേസ് HIV ചെന്നൈയിൽ 1986 ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷെ 2005 അവസാനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് ഇൻഫെക്ഷൻ പകർന്നു കഴിഞ്ഞു എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ പകരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണെങ്കിൽ അത് ഹെട്രോസെക്ഷൽ കോണ്ടാക്ട് എന്നാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ലൈംഗിക ബന്ധം വഴിയാണ് 86% കേസസ് പകർന്നു വന്നിരിക്കുന്നത്. അത് ജാതി വ്യത്യാസമില്ലാതെയാണ് പടർന്നിരിക്കുന്നത്. അല്ലാതെ ഇന്ന് സോഷ്യൽ ക്ലാസ്സിന് കൂടുതലോ കുറവോ അങ്ങനെ ഒന്നുമല്ല. ഏത് ജാതി എല്ലാം മാറ്റി വെച്ചിട്ട് മൊത്തം എല്ലാം ക്ലാസ്സസിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയി വന്നിരിക്കുകയാണ്. 1992 ഗവൺമെന്റ് ഒരു നാഷണൽ ട്രീറ്റ്മെന്റ് ആൻഡ് കൺട്രോൾ പ്രോഗ്രാം തുടങ്ങി. എന്താന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിൽ വലിയൊരു ഇഷ്യൂ ആയി മാറി, ഹെൽത്ത് ഇഷ്യൂ ആയി മാറി. നമുക്കൊന്ന് സ്ക്രീനിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യാം. ഇവിടെ കാണുന്ന ഇതാണ് കൾപ്രിറ്റ്. ദിസ് ഈസ് ദ കൾപ്രിറ്റ്. ദിസ് ഈസ് കോൾഡ് ദി HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്. നമ്മളിപ്പം ഇപ്പുറത്തെ കാണുന്നത് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പിക്ചറാണ്, ഒരു സ്റ്റെയിൻഡ് പിക്ചറാണ്. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് അത് ആ വൈറസ് എങ്ങനെയായിട്ട് ഇരിക്കും എന്നുള്ളൊരു സ്ട്രക്ചറൽ ഡയഗ്രാം. എന്താണ് ഈ HIV? എന്താണ് എയ്ഡ്സ്? രണ്ടും ഒരുപോലെ ആണോ? അല്ല. HIV ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കിന് we become HIV infected. But AIDS is not the same. ഈ HIV ഇൻഫെക്ഷൻ ആയിട്ട് ഞാൻ ഒരു പക്ഷേ വർഷങ്ങളായിട്ട് എനിക്ക് ഈ വൈറസ് എൻ്റെ ശരീരത്തിലായിരിക്കാം. ഒരു സുപ്രഭാതത്തില് എൻ്റെ ശരീരം ഈ ഇൻഫെക്ഷൻ പടർന്ന് എൻ്റെ ഓർഗൻസിനെ ശരിക്കും അഫക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് then I get an illness and that is called AIDS. ഈ വൈറസ് ശരീരത്തിന്റെ എല്ലാം ടിഷ്യൂസിൽ നിന്ന് കിട്ടുന്നെങ്കിലും, ഇപ്പൊ ശരീരത്തെ എല്ലാ അവയവങ്ങൾക്ക് ഇന്ന് കിട്ടുമെങ്കിലും ഇത് പകരുന്ന ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ചില ശാരീരിക ദ്രാവങ്ങൾ വഴിയാണ്. ഒന്ന് ഹ്യൂമൻ ബ്ലഡ്, രക്തം വഴി. 2 യോനീത ദ്രാവങ്ങൾ വഴി. 3 ശുക്ലം വഴി. 4 മുലപ്പാൽ വഴി. ഇതിൽ ഏറ്റവും കൂടുതൽ രക്തം, യോനിയുടെ ദ്രാവങ്ങളും ശുക്ലം വഴിയാണ് കൂടുതൽ. ഇത് ഏതെങ്കിലും ഈ ദ്രാവങ്ങൾ വഴി, ഏതെങ്കിലും ദ്രാവങ്ങൾ അല്ലെ ബ്ലഡ് വഴി ഈ ഫ്ലൂയിഡുകൾ നമ്മുടെ രക്തത്തിൽ വേറൊരാളുടെ രക്തത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അതുവഴിയാണ് HIV വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നത്. ഇതെങ്ങനെയാ ഈ ശരീരഭാഗങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ ഓരോരുത്തരുടെ വായനകത്തിരിക്കുന്ന ഒരു വളരെ സോഫ്റ്റ് ഒരു ലൈനിങ് ഉണ്ടല്ലോ, നമ്മൾ നാവ് വെച്ചൊന്ന് തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് കോൾഡ് എ ലൈനിങ്. നമ്മുടെ ബോഡിയുടെ ഓരോ ഭാഗങ്ങളിൽ ലൈനിങ് ഉള്ളിടത്തൊക്കെ ഈ ദ്രാവങ്ങൾക്ക്
ദ്രാവകങ്ങൾക്ക് വളരെ തിന്നൊരു ഏരിയ ആയതുകൊണ്ട് അതുവഴി പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. രണ്ടാമത്, നമ്മുടെ ദേഹത്ത് എവിടെയെങ്കിലും ഒരു മുറിവ്, സ്കിന്നിൽ മുറിവുണ്ടെങ്കിൽ അതുവഴി ഈ ദ്രാവകങ്ങൾ അവിടെ വന്ന് ബ്ലഡോ എന്തെങ്കിലും വന്ന് അവിടെ തൊട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഇൻഫെക്റ്റഡ് ബ്ലഡ് അല്ലെ ഫ്ലൂയിഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതുവഴി ഈ വൈറസ് നമ്മുടെ ഉള്ളിൽ കയറാൻ സാധ്യതയുണ്ട്. അടുത്തത് ഒരു കോമൺ രീതിയിലാണ് ഇന്ന് ഒത്തിരി പേര് IV ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ IV വെച്ച് ഡ്രഗ്സ് ഒക്കെ നമ്മുടെ ദേഹത്തോട്ട് കുത്തുമ്പോഴത്തേക്കിന് അതേ സൂചി എടുത്ത് അല്ലെ അതേ സിറിഞ്ച് എടുത്ത് അടുത്ത ഒരാൾ കുത്തുമ്പോഴത്തേക്കിന് അതുവഴി ഇൻഫെക്ഷൻ പകരും. പിന്നെ ലൈംഗിക ബന്ധം ഒരു HIV ഇൻഫെക്റ്റഡ് ഒരാളായിട്ട് ലൈംഗിക ബന്ധം നടത്തുമ്പോഴത്തേക്കിന് വളരെ ഹൈ ചാൻസ് ആണ് ഇത് ക്രോസ് ഓവർ ചെയ്യുന്നത്. അടുത്തത് പ്രഗ്നൻസി, പ്രസവം, മുലപ്പാൽ കുടി. ഈ ഇൻഫെക്റ്റഡ് ഒരാൾക്കാണ് ഇത് വരണമെങ്കിൽ അതിൻ്റെ സാധ്യതയുണ്ട്, കുഞ്ഞിനും പകരാൻ സാധ്യതയുണ്ട്. ഈ പഴയ കാലത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അല്ലേ, രക്തം കയറ്റുമ്പോഴത്തേക്കിന് ഇത് വരുമോന്ന്. പക്ഷെ ഇന്നത്തെ മോഡേൺ ടെക്നിക്സ് വഴി ബ്ലഡ് വളരെ പ്യൂരിഫൈ ചെയ്ത് അതെല്ലാം ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കയറ്റുന്നുണ്ട്. ആ വഴി വളരെ വളരെ ചെറിയ സാധ്യതയുള്ളൂ HIV വരാനായിട്ട്. പക്ഷെ ചില ഏതൊക്കെ രീതിയിൽ ട്രാൻസ്മിറ്റ് ആകത്തില്ലെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, വിയർപ്പ് വഴി, കണ്ണുനീർ വഴി, ഛർദൽ വഴി, അല്ലെ മലം അല്ലെ മൂത്രം വഴി. ഇതിലൊന്നിലും ഈ വൈറസ് നിലനിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൽ കൂടി ഈ ഒരു ട്രാൻസ്മിഷൻ നടക്കാറില്ല. ഭക്ഷണം അല്ലെ നമ്മൾ ഒരു വ്യക്തി ഇൻഫെക്ഷൻ ഉള്ള ഒരു വ്യക്തി ചുമയ്ക്കോ തുമ്മോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അല്ലെ അവർ കഴിക്കുന്ന ഭക്ഷണ പാത്രമോ അതിലൊന്നിൽ കൂടി ഇത് പകരാൻ പറ്റാറില്ല. അതുകൊണ്ട് അവരെ കെട്ടിപ്പിടിക്കുകയോ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ഒരു ഉമ്മ കൊടുക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഈ HIV വൈറസ് പകരത്തില്ല. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളുണ്ട്, ആ ദ്രാവകങ്ങൾ നമ്മളിലോട്ട് കയറാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ഇത് വരാൻ സാധ്യതയുള്ളൂ. കൊതുക് വഴി അല്ല മൂട്ട വഴി ഇങ്ങനെയൊന്നും വഴികൾ ഈ HIV വൈറസ് ഈ ഇൻസെക്ട്സിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട്, നിലനിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതുവഴി ഒരിക്കലും നമുക്ക് ഇൻഫെക്ഷൻ പകരാറില്ല. ലാസ്റ്റ്ലി, നമുക്കിപ്പോൾ HIV ഇൻഫെക്ഷൻ ഇല്ല, നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നു അല്ലെ, ബ്ലഡ് ദാനം ചെയ്യുമ്പോഴത്തേക്കിന് ആ രീതിയിൽ ഒരിക്കലും നമുക്ക് HIV വരാൻ സാധ്യതയില്ല. നമുക്ക് എങ്ങനെയാ ഒരാളുടെ ശരീരത്തിലോട്ട് ഈ വൈറസ് കയറി വരുവാണെങ്കിൽ അതെങ്ങനെയാണ് ഇൻഫെക്ഷൻ വെക്കുന്നതെന്ന് നമുക്കൊന്ന് ഈ ചിത്രത്തിൽ നോക്കാം. നമ്മൾ കാണുന്ന ഒരു ലെഫ്റ്റ് സൈഡിൽ ആ പച്ച കളറിലുള്ളതാണ് ആ HIV വൈറസ് എന്ന് സങ്കല്പിക്കാം. നീല കാണുന്ന സെല്ലാണ് നമ്മളുടെ ഒരു T ലിംഫോസൈറ്റ്. T ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു ബോഡി ഗാർഡ് ആണ് T ലിംഫോസൈറ്റ്. അത് വരുന്ന അണുക്കളെ എല്ലാം തകർക്കുന്ന ഒരു സാധനമാണ് ഈ T ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ സഹനശക്തി, ശാരീരിക സഹനശക്തി നിലനിൽക്കുന്ന സെല്ലാണ് T ലിംഫോസൈറ്റ്. ഇതില് T4 ഉള്ള ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റിലോട്ട് ഈ വൈറസ് ചെന്ന് അതിന്റെ DNA മോളിക്യൂൾ നമ്മുടെ T ലിംഫോസൈറ്റിലോട്ട് കയറ്റും. ആ നിമിഷം ആ DNA മോളിക്യൂൾ നമ്മുടെ T ലിംഫോസൈറ്റിനെ പൂർണ്ണമായിട്ട് സ്വാധീനിച്ച് പിന്നെ ഈ T ലിംഫോസൈറ്റിന് അതിന്റെ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആക്കി വെക്കും. നമ്മുടെ ശരീരത്തിലെ T ലിംഫോസൈറ്റിന്റെ അളവ് ഈ രീതിയിൽ കുറഞ്ഞു വന്ന് നമുക്ക് പിന്നെ സാധാരണ ശരീരത്തിൽ വളരെ നിസ്സാരമായിട്ട് വന്ന് പോകേണ്ട ഇൻഫെക്ഷൻ, ഇപ്പൊ ഒരു ചുമയോ അല്ലെ ഒരു ചെറിയ തുമ്മല്, അത് വലിയൊരു ന്യൂമോണിയ ആയി അല്ലെ വേറെ നമ്മൾ സാധാരണ ബോഡിക്ക് ഒരിക്കലും വരാത്ത ഇൻഫെക്ഷൻസ് ഒക്കെ വളരെ നിസ്സാരമായിട്ട് നമ്മുടെ ശരീരത്തെ ബാധിച്ച് അത് നമുക്ക് മാരകമായി ലൈഫ് ത്രെറ്റനിങ് ആകാം. പലർക്കും ഈ ഇൻഫെക്ഷൻ ആദ്യമായിട്ട് ബാധിക്കുമ്പോഴത്തേക്കിന് പുറമേ പ്രത്യേകിച്ച് ഒരു സിംറ്റമും കാണാറില്ല. ഒരു മാസമൊക്കെ കഴിയുമ്പം ചിലർക്ക് ഒരു വൈറൽ ഫീവറിന്റെ ഒരു മട്ട് വരും. അത് വന്ന് വേറെ ഏത് വൈറൽ ഫീവർ കഴിയുന്നത് പോലെ കഴിഞ്ഞു പോകുന്നതുകൊണ്ട് ആരും പല പ്രാവശ്യം ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഈ സമയത്ത് മുഴുവൻ ഈ വ്യക്തി വളരെ ഇൻഫെക്റ്റീവ് ആണെന്നർത്ഥം എല്ലാവർക്കും ഇത് പകർന്നു കൊടുക്കാൻ സാധ്യതയുള്ള അവസ്ഥയിലാണ്, വളരെ ഇൻഫെക്റ്റീവ് ആണ്. അപ്പം ഒരു കുറെ നാൾ കഴിയുമ്പോഴത്തേക്കിന് ഈ ആളുകളുടെ
ആക്ച്വലി ഈ സമയത്ത് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്താൽ പോലും HIV നെഗറ്റീവ് ഉള്ള ടെസ്റ്റേ വരാൻ സാധ്യതയുള്ളൂ. ഈ സമയത്തിനെ നമ്മൾ വിൻഡോ പീരിയഡ് എന്നാണ് പറയുന്നത്. ആ വൈറസിനോട് പ്രതികരിക്കാൻ ശരീരം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആന്റിബോഡീസ് ഫോം ചെയ്യാത്തതുകൊണ്ട് ഒരു ടെസ്റ്റും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല HIV ഇൻഫെക്റ്റഡ് ആണോ അല്ലയോ എന്ന്. പക്ഷെ ഇതുപോലെ കടന്നു പോകും ഒരു 5-6 വർഷം, ചിലപ്പോൾ 2 വർഷം. ഓരോരുത്തരുടെ ശരീര പ്രവണത അനുസരിച്ചാണ്. പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ആ ആൾക്ക് തോന്നത്തില്ല. പക്ഷെ ഈ ഇൻഫെക്ഷൻ എല്ലാവർക്കും പടർന്നു കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷനിലാണ്, പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കിന് T ലിംഫോസൈറ്റ്സ് അങ്ങ് താന്ന് വരുമ്പം ക്യാൻസറുകൾ, വേറെ പല ഇൻഫെക്ഷനുകൾ എല്ലാം തുടങ്ങും. അപ്പോഴാണ് നമ്മൾ അതിനെ ആ ആളെ എയ്ഡ്സ് രോഗി എന്ന് വിളിക്കുന്നത്. നമുക്കൊരാളെ കണ്ടാൽ ആൾക്ക് HIV ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരാളെ കണ്ടാൽ നമുക്ക് പുറമെ നോക്കിയാൽ ഇന്ന ആൾക്ക് HIV ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ സാധ്യത വളരെ കുറവാണ്. എനി പേഴ്സൺ ഹു ഈസ് ഇൻഫെക്റ്റഡ് വിത്ത് HIV ക്യാൻ ലുക്ക് ആസ് ഹെൽത്തി ആസ് യു ഓർ me, but they can infect anyone. അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടാണ് എയ്ഡ്സിന്റെ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്ട്രിക്റ്റ് ക്രൈറ്റീരിയ ഉള്ളത്. ഹൗ ക്വിക്ലി ഡു പീപ്പിൾ ഇൻഫെക്റ്റഡ് വിത്ത് HIV ഡെവലപ്പ് എയ്ഡ്സ് എന്ന് ചോദിച്ചാൽ ചിലർക്ക് മാസങ്ങളിനകം, ചിലർക്ക് വർഷങ്ങൾ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻറ് ആയിരുന്ന സമയത്ത് ഒരു എയ്ഡ്സ് രോഗി ഞങ്ങളുടെ ആശുപത്രിയിൽ ഉണ്ടെന്ന്. അന്ന് വല്ലപ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ ടെസ്റ്റുകൾ അത്രയും ലഭ്യമല്ലായിരുന്നു. മനസ്സിൽ ഞാൻ വെറുതെ അത് പത്രത്തിൽ കണ്ടു, അത് പ്രത്യേകിച്ചൊന്നും അത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ ക്ലാസ്സിൽ നോട്ട്സ് എഴുതിക്കൊണ്ടിരുന്നപ്പം, ലെക്ചർ കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഉള്ളിൽ കർത്താവ് ഒത്തിരി ഒരു ഹി വാസ് പുഷിങ് മീ ടു ഗോ ആൻഡ് മീറ്റ് ദിസ് പേഴ്സൺ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞങ്ങൾ പോയി നോക്കിയപ്പോഴത്തേക്കിന് അവസാനം ശ്വാസം വളരെ ദയനീയ ഒരു അവസ്ഥയിൽ, ഒരു 6 അടി പൊക്കമുള്ള മനുഷ്യനായിരുന്നു, യങ്സ്റ്റർ ആയിരുന്നു. പുള്ളിയോട് ഒത്തിരി കുറച്ച് സംസാരിക്കാൻ പറ്റി. ഒത്തിരി ശ്വാസം മുട്ടലിന്റെ ഇടയ്ക്ക് കുറച്ച് പറഞ്ഞു, ഇഫ് ഐ വാസ് ഗിവൻ എ ചാൻസ് I would have loved to live my life all over once again. I have made too many mistakes. ചോദിച്ചു വന്നപ്പം ഇയാള് വളരെ ഇവിടുത്തെ ഒരു വളരെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, വളരെ ഒരു കൺസർവേറ്റീവ് ഫാമിലി, കേരളത്തിലൊരു കൺസർവേറ്റീവ് ഫാമിലിയിൽ നിന്ന് വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് സ്റ്റേറ്റ്സിൽ പോയായിരുന്നു. അവിടെ ആദ്യത്തെ കുറെ മാസങ്ങളിൽ പുള്ളി വളരെ ചിട്ടയോടെ നമ്മുടെ ഇവിടുത്തെ തന്നെ ആ രീതികളാണ് അവിടെ പാലിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഏതൊരു സെറ്റ് ഓഫ് കൂട്ടുകാരായിട്ട് ഒരു പ്രാവശ്യം വൈകുന്നേരം ഒരു പാർട്ടിക്ക് പോയ സമയത്ത് പുള്ളി മദ്യം തൊടാത്ത ആളായിരുന്നു. മദ്യം ഉപയോഗിച്ചപ്പോൾ ചെറിയ ഡോസിൽ തന്നെ പുള്ളിക്ക് ഒത്തിരി ലഹരിയുടെ അനുഭവപ്പെട്ടു. അപ്പം ഹി സേസ് ഡ്യൂറിങ് ദാറ്റ് ടൈം, without even in his full ബോധത്തിൽ തന്നെ, he slept with a girl, and that was the only time. But within 1.5 months he began to get chronic diarrhea നിൽക്കുന്നില്ല. മരുന്നുകൾ കഴിക്കുന്നു, ഡയറിയ നിൽക്കുന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു പനി പോലത്തെ ഒരു അവസ്ഥ. അവസാനം ആ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ക്ലിനിക്കിൽ പോയപ്പോഴത്തേക്കിന് ഒത്തിരി വേറെ ടെസ്റ്റുകൾ, എന്താന്ന് പറഞ്ഞാൽ ഈ സിംറ്റംസ് പല അസുഖങ്ങൾക്കും വരാം. അതെല്ലാത്തിനും ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പോഴത്തേക്കിന് പുള്ളി HIV പോസിറ്റീവ് ആയിരുന്നു. പുള്ളി പറയാ, അന്ന് എൻ്റെ ലോകം കൂരിരുട്ടായി. എൻ്റെ പേരൻസ് ഇവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വർഷം വീടെല്ലാം പുതുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. എന്താന്ന് പറഞ്ഞാൽ മോൻ തിരിച്ചു വരുമ്പം കല്യാണം നടത്താൻ നിൽക്കുമായിരുന്നു ഫാമിലി. ഇതൊറ്റ മോനായിരുന്നു. എങ്ങനെയാണ് എൻ്റെ പേരൻസിനോട് പറയുന്നത്? അവസാനം പുള്ളി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ തിരിച്ചു വരുക, ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് നടന്ന് വളരെ സ്മാർട്ടായിട്ട് ഈ 6 അടി പൊക്കമുള്ള പയ്യൻ പ്ലെയിനിൽ കയറി പോയി. പയ്യനെ അല്ല പേരൻസ് തിരിച്ചു കാണുന്ന എയർപോർട്ടിൽ. വീൽ ചെയറിൽ കൊണ്ടുവരുന്ന ഒരു രോഗിനെയാണ് അവർ മകനിൽ കണ്ടത്. അവസാനം ഇവിടുത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സിച്ചാണ്. ആ സമയത്താണ് നമ്മൾ 2-3 പേര് പോയി കാണാനും പ്രാർത്ഥിക്കാനും ഒരു അവസരം ഉണ്ടായത്. എൻ്റെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ മലയാളത്തിൽ വളരെ ഭംഗിയായിട്ട് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കിന് ഈ പയ്യൻ്റെ കണ്ണുനീരിങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അവസാനം കൈ വിറച്ച് വേറൊരു മതത്തിൻ്റെ ആളായിരുന്നെങ്കിൽ പോലും കൈ വിറച്ച് പോയി ആ കുരിശ്, സിസ്റ്ററിൻ്റെ കഴുത്തിലിരുന്ന ആ കുരിശിലോട്ട് അമർത്തി പിടിച്ച് കവിളിലോട്ട് വെച്ച് അവസാനം ആ ലാസ്റ്റ് സ്റ്റേജസിലോട്ട് പോയി. ഒരു പക്ഷെ പുള്ളിക്ക് അധികം പറയാൻ പറ്റിയില്ല, ശ്വാസമുട്ടൽ അധികമായിരുന്നു. But somewhere I believe God gave him a chance. His life was so full of regrets because he did not realize
the danger of what he had done. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷെ ഒരു മിസ്റ്റേക്ക് ക്യാൻ ബിക്കം എ വെരി കോസ്റ്റ്ലി മിസ്റ്റേക്ക് ആൻഡ് ഡിസ്ട്രോയ് ആ ലൈഫ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ സെഷൻ എടുക്കുന്നത് തന്നെ. ഇപ്പം നമുക്ക് സ്ക്രീനിലോട്ട് നോക്കാം. എയ്ഡ്സ് വളരെ ആ ലാസ്റ്റ് സ്റ്റേജസ്, ഞാൻ പറഞ്ഞല്ലോ ക്യാൻസറുകൾ വരാൻ തുടങ്ങും. ഇത് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കണ്ണിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, ഒരാളുടെ വായിലെ ഗംസിന്റെ അവിടെ ബാധിച്ചിരിക്കുന്നു, അടുത്ത് ചുണ്ടിലൊക്കെ. ദിസ് ഇസ് കോൾഡ് കാപ്പോസിസ് സാർക്കോമ. പിന്നെ സ്കാൽപ്പിലുള്ള ഇൻഫെക്ഷൻസ് വന്നിരിക്കുന്നു. ഇതുമാതിരി ധാരാളം ലൈംഗിക ഓർഗൻസിലൊക്കെ ഇത് വളരെ മാരകമായിട്ട് ഇത് ബാധിക്കും. പക്ഷെ ഈ സ്റ്റേജ് ഒക്കെ വരുന്നത് ഒത്തിരി താമസിച്ചാണ്. അപ്പോഴത്തേന്ന് നമ്മുടെ ശരീരശേഷി ഒന്നും ബാക്കി കാണത്തില്ലാത്ത അവസ്ഥയിലാണ്. ടുഡേ ദ വേൾഡ് ഈസ് അഡ്വക്കേറ്റിംഗ് സേഫ് സെക്സ്, അല്ലെ? ഒരു പ്രശ്നമില്ലാതെ ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാകാം എന്ന് പറയുന്നു. ഉറകൾ എല്ലായിടത്തും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു, കോണ്ടംസ്. ബട്ട് വാട്ട് ഈസ് ദ ബിഗ് പ്രോബ്ലം ഹിയർ? The main thing here is that AIDS virus is 450 times smaller than the sperm. ഈ കോണ്ടംസ് എല്ലാം അവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ സ്പേം കടന്നു പോകാതിരിക്കാനായിട്ടാണ്. അതുകൊണ്ട് അതിലിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പോർസ് ഉണ്ട്. ആ പോർസിൽ കൂടെ HIV വൈറസിന് കടന്നു പോകാൻ പറ്റും. പക്ഷെ കുറെ പഠനങ്ങൾ വഴി അവർ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ചില ടൈപ്പ് ഓഫ് സെക്ഷൽ എൻകൗണ്ടേഴ്സിൽ ഇത് കുറച്ചൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ചെറിയ ശതമാനം പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ പല പ്രാവശ്യം ആ കോണ്ടംസ് ഉപയോഗത്തിൽ തന്നെ പല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പലരും ക്രോസ് ഇൻഫെക്റ്റഡ് ആയി പോകുന്നു. ഇന്ന് നമ്മുടെ യുവജനങ്ങൾക്ക് പല പ്രാവശ്യം വളരെ തെറ്റായ ധാരണകൾ കടന്നു വന്നിട്ടുണ്ട്. അവർ വിചാരിക്കുന്ന കോണ്ടംസ് ഉണ്ടല്ലോ, എന്ത് വേണേ ആകാം. പക്ഷെ അവർ അറിയുന്നില്ല ഈ കോണ്ടംസ് അവർക്ക് അല്പം സ്വല്പം പോലും ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല എന്ന്. ഇതിന്റെ കൂടെ ഞാൻ ഒരു ചെറിയ വാക്ക് പറഞ്ഞോട്ടെ. ഇന്ന് IPIL ഇതിന്റെ ഒത്തിരി വലിയ പ്രൊമോഷൻ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ഈ IPIL എന്താണ്? ഈ IPIL അത് ലീവോനോർജെസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ് അതിനകത്തുള്ളത്. The drug controller of Tamil Nadu had actually banned this drug because of two reasons. ഒന്ന്, അവര് വെച്ചിരിക്കുന്ന ഡോസ് എന്ന് പറഞ്ഞാൽ ലീഗൽ ഡോസിനെ കാട്ടി 10 ഇരട്ടി കൂടുതൽ ആണ് അതിനകത്തിരിക്കുന്ന ഡോസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന് ഒരു ഇത്രയും മാത്രം പെറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇത്രയും നമ്മുടെ ശരീരത്തോട് കയറ്റുമ്പം അതെന്തുമാത്രം സൈഡ് ഇഫക്ട്സ് ആകാമെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഊഹിക്കാം. പത്രങ്ങളിൽ ഉണ്ടായിരുന്നു, the IPIL has become a rage among the teenagers. The IPIL is supposed to be helping stopping pregnancy maybe, but it ruins the body and it does not protect even 1 inch from any of these illnesses. This drug was never supposed to be prescribed just like sweet. Former US Surgeon General C. Everett Koop പറഞ്ഞിട്ടുണ്ട്, when you have sex with someone, you are having sex with everyone they have had sex with for the last 10 years. ശ്രദ്ധിക്കൂ, ഈ പല ലൈംഗിക ബന്ധങ്ങൾ പുലർത്തുന്നവർക്കാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും, if you have sex with everyone, if you have sex with someone, ആ ആൾ എത്ര പേരായിട്ട് വേറെ ഈ കഴിഞ്ഞ 10 വർഷം ബന്ധപ്പെട്ടിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ട്, അതെല്ലാത്തിന്റെ ഇൻഫെക്ഷൻ നമുക്കും പകരാൻ സാധ്യതയുണ്ട്. അതാണ് സർജൻ ജനറൽ പറഞ്ഞത്. അതൊരു എക്സാജറേഷൻ അല്ല. സയൻസ് ഹാസ് പ്രൂവ്ഡ് ദാറ്റ് ദിസ് ഇസ് ട്രൂ. US ഇതിപ്പം ഈ കോണ്ടംസിന്റെ കാര്യമൊക്കെ 5 പ്രധാനപ്പെട്ട bodies have studied it. The US Department of Health and Human Services, the National Institute of Health in America, the Food and Drug Administration, Center for Disease Control, and the US Agency for International Development. ഈ 5 വളരെ പ്രധാനപ്പെട്ട ഏജൻസീസ് ആണ്. പക്ഷെ ഇവർ കണ്ടുപിടിച്ചത് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, they found no proof that condoms are effective in preventing the spread of STDs, and 15 million new STD cases are happening annually. ലൈംഗിക അസുഖങ്ങൾ കോണ്ടംസ് വഴി യാതൊരു പ്രൊട്ടക്ഷൻ നൽകുന്നില്ല. എല്ലാ വർഷം 15 മില്യൺ പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. 2, അവർ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ 8 പ്രധാനപ്പെട്ട ലൈംഗിക രോഗങ്ങൾക്ക് യാതൊരു രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്നായിരുന്നു. പിന്നെ അവർ പറഞ്ഞത് HIV-ക്ക്
കുറച്ച് ശതമാനം പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പോലും 100 പേർക്ക് ഈ കോണ്ടം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 15-20 ചിലപ്പോൾ 30 പേർക്കാണെങ്കിലും അത് ഇൻഫെക്ഷൻ ബാധിക്കാം. അത് ആർക്കാകാം എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ റിപ്പോർട്ടഡ് കേസസ് വെച്ചിട്ടാണ്. ധാരാളം അൺറിപ്പോർട്ടഡ് കേസസ് ഉണ്ട് ബിക്കോസ് ദർ ഇസ് നോ വേ ഓഫ് ടെസ്റ്റിംഗ് ഇൻ ദി ഇനിഷ്യൽ ഫേസ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് കോണ്ടംസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ സ്പെർമിന്റെ ഹെഡിന്റെ സൈസും വൈറസിന്റെ സൈസ് തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത് യൂസേജ് വളരെ മോശമാണ്. ദ പീപ്പിൾ ഡു നോട്ട് നോ ഹൗ ഇറ്റ് ഇസ് ടു ബി ഡൺ. വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് മില്യൺസ് ഓഫ് ഡോളേഴ്സ്. ഡോക്ടർ വാലസ് അവിടുത്തെ സ്റ്റേറ്റ്സിൽ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ പറയുമായിരുന്നു, കോടിക്കണക്കിന് രൂപകൾ പോസ്റ്ററുകൾക്ക് വേണ്ടിയിട്ടും CD-കൾ ഇറക്കിയിട്ടും പല രീതിയിൽ കോണ്ടം പ്രൊമോഷൻ ചെയ്യപ്പെട്ടു. പക്ഷെ ഹാവ് വി ഇൻക്രീസ്ഡ് the infection? Have we caused people to have more infection? And we should have advocated to stop promiscuity rather than advocate condoms. Free sex ne advocate cheynekatil safe aayittu 1-to-1 only sexual contact cheyanam narnu pulli parnathu. Dr. Helen Singer Kaplan parnathu, counting on condoms is flirting with death. Counting on condoms is flirting with death. പ്രിയപ്പെട്ട യുവജനങ്ങളെ, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള യുവജനങ്ങളെ, നമ്മളിത് അറിഞ്ഞിരിക്കണം. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും പറ്റിയും എന്തൊക്കെ സംഭവിക്കുന്നതും എന്തൊക്കെ രീതിയിൽ ആണ് Satan is trying to steal, kill and destroy our generation. നമ്മൾ aware ആയേ തീരും. Who can ever know the true toll in human lives and healthcare costs simply because of this misinformation? നിങ്ങൾ പല മാഗസീൻസിൽ കാണാം, this is my right, it is my body. But you have a right to the right information also. And if you had a right to the right information, you would not treat your body this way. Please, all of you who are listening, spread this information so that so many young people could have their lives saved. Are there treatments for HIV? ഒത്തിരി ഡ്രഗ്സ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് HIV-നെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. പലതും ഈ വന്നിരിക്കുന്ന ഇൻഫെക്ഷൻസിനൊക്കെ ബാധിക്കുന്ന രീതിയിലാണ്. ചിലതൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമിനെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള രീതിയിലുള്ള ഡ്രഗ്സ് ആണ്. ഹാർട്ട് തെറപ്പി, ഹൈലി ആക്റ്റീവ് ആന്റി റെട്രോവൈറൽ തെറപ്പി അവൈലബിൾ ആണ്. പിന്നെ അഥവാ പെട്ടെന്ന് ഒരു എക്സ്പോഷർ വന്നു കഴിഞ്ഞു, നമുക്കൊരു സംശയമുണ്ട് HIV ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫ്ലാക്സിസ് PEP പല ആന്റി റെട്രോവൈറൽ ട്രീറ്റ്മെന്റ്സ് ART സെന്റേഴ്സിൽ നിന്ന് ലഭ്യമാണ്. പക്ഷെ ഇതിനൊക്കെ വലിയ പ്രോബ്ലം എന്താ? വളരെ ഹൈ സൈഡ് ഇഫക്ട്സും വളരെ ഒത്തിരി ഈ പറയുന്ന അണുക്കളിൽ ഒത്തിരി ഇപ്പം ഈ ഡ്രഗ്സിനോട് പ്രതികരിക്കുന്നില്ലാത്ത ഒരു അവസ്ഥ, ഡ്രഗ് റെസിസ്റ്റൻസ് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇസ് ദർ എ ക്യൂർ ഫോർ എയ്ഡ്സ്? ഇതുവരെ there has been no cure found for AIDS. Lots of new drugs are being tried, but there is still no cure. There is no cure, but there are some definite right choices you can make to avoid contracting this dreadful disease. Namalad manslaka. It's certain choices that you make with your life that is going to make a difference in your life and your family's life and the life of the loved one you marry someday, young people. Namal oru karyam manslaka. Namakku chuttunam patti nammade attitudes nammade focus okka maatan vendi dharalam media karyangalundu. So much of sex is projected in the media in a way that glorifies premarital and extramarital sex. നമ്മുടെ കല്യാണത്തിന് മുമ്പേ ഉള്ള സെക്ഷൽ ലൈംഗിക ബന്ധങ്ങളും കല്യാണം കഴിഞ്ഞ ശേഷം കുടുംബത്തിന്റെ പുറത്തുള്ള ലൈംഗിക ബന്ധങ്ങളിനെ ഒത്തിരി പുകഴ്ത്തുന്ന രീതിയിലാണ് ഇന്നത്തെ പല ഇൻപുട്സ് നമ്മുടെ ലോകത്തിൽ കിട്ടുന്നത്. രണ്ട്, ഇന്ന് പോർണോഗ്രഫി, ബ്ലൂ ഫിലിമുകളുടെ ഒക്കെ വർധനം കാരണം കൂടുതൽ ഈ രീതിയിലുള്ള ലൈംഗിക ബിഹേവിയർ കൂടിയിട്ടുണ്ട്. ആൻഡ് തേർഡ് ഇസ് ദി ഇൻഫാറ്റുവേഷൻ. വാട്ട് ഐ ഹാവ് സീൻ ഇൻ മൈ ഓൺ കൗൺസിലിംഗ് സെഷൻസ് ഇസ്, പെട്ടെന്ന് ഒരാളോട് ഭയങ്കര ഒരു അമിതമായ ഒരു ഭ്രമം വന്നിട്ട് പെൺകുട്ടികൾ വണങ്ങി കൊടുക്കുമ്പോഴത്തേക്കിന് അവരൊരു പക്ഷെ അറിയുന്നില്ല അവരെന്തിലോട്ടാണ് അവരുടെ ജീവിതം കടത്തിക്കൊണ്ടുപോകുന്നത്. പല പ്രാവശ്യം 16, 14, 18 വയസ്സുള്ള പെൺകുട്ടികൾ HIV പോസിറ്റീവായിട്ട് ഡിറ്റക്ട് ചെയ്യപ്പെടുമ്പോഴത്തേക്കിന് അവരുടെ ആ ഒരു ആഗ്നി കാണുമ്പം നമുക്കങ്ങ് ഭയങ്കര വിഷമം തോന്നും. അവർ പറയുന്നതാ, ഇയാൾ HIV പോസിറ്റീവ് ആണെന്ന് ഇയാൾ ഒരിക്കലും എന്നോട് ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ല. എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു പോയി. സുഹൃത്തുക്കളെ, പല പ്രാവശ്യം നമ്മുടെ മക്കള് വീട്ടിൽ കിട്ടാത്ത ആ ഒരു സ്നേഹവും പരിപാലനയും ആ ഒരു റിലേഷൻഷിപ്പ് ക്ലോസ്നെസ്, ബന്ധങ്ങളുടെ ആ ഒരു അടുപ്പം
വീട്ടിൽ കിട്ടാത്തപ്പം പുറത്ത് അവർ ചെല്ലും. നമുക്ക് നമ്മുടെ തിരക്കുകളും ജോലികളും, നമുക്ക് നമ്മുടെ മക്കൾക്ക് ഒരു കൊച്ചു കെട്ടിപ്പടുത്തലും ഉമ്മകളും ഒരു പ്രോത്സാഹനം കൊടുക്കാൻ സമയമില്ലാത്തപ്പം അവർ പുറത്ത് നോക്കും, വേറെ എവിടെ എനിക്ക് ഈ സ്നേഹം കിട്ടുമെന്ന്. ചിലപ്പം ആരെങ്കിലും അവരുടെ അടുത്തോട്ട് വരും. അവർ അടുപ്പം കൂടുമ്പോഴത്തേക്കും അവരവർക്കും ബന്ധപ്പെടുന്ന ആ നിമിഷങ്ങളിൽ ഒരു പക്ഷേ എനിക്ക് ആ സ്നേഹം അനുഭവപ്പെടാൻ പറ്റും. എത്രയോ പേർ ആണുങ്ങളും പെണ്ണുങ്ങളും ഈ കാരണം കൊണ്ട് വണങ്ങിപ്പോയിട്ടുണ്ട്. And because of that, they have put their life on the line. Once you cross the line, there is no guarantee. Let us make sure we give our children all the security and affection at home. Teach them about HIV. Teach them about ലൈംഗിക രോഗങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. So that they are aware and they do not let go of their emotions. They do not cross the medical line. There is only one insurance policy from getting this and other dreaded diseases. And that insurance policy is a decision. നമ്മൾ ഓരോരുത്തരും decision ഉണ്ടാക്കണം. ദൈവം നമുക്ക് വചനത്തിൽ പറഞ്ഞു, treat your body as a living sacrifice, a temple of the Holy Spirit. He said it because he wanted us to celebrate our sexuality. And we need to make the decision for premarital and post-marital fidelity. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിത പങ്കാളിയായിട്ട് നമ്മൾ വിശ്വസ്തത പുലർത്തണം. ആ രീതിയിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊക്കെ സുരക്ഷിതത്വം കിട്ടത്തുള്ളൂ. കുടുംബ ജീവിതത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ദൈവം അത് രൂപീകരിച്ച് തന്നത്. നോട്ട് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലവ്, ലസ്റ്റ് ഓർ ഇൻഫാച്വേഷൻ. നമ്മൾ അത് തിരിച്ചറിയുക. പെൺകുട്ടികൾക്ക് ചില കാര്യങ്ങൾ പറയണം. സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരികളെ, ഒരാള് നമ്മളെ തീർച്ചയായിട്ടും സ്നേഹിക്കുന്നു എന്നൊരു അടയാളം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു ബൗണ്ടറി വെക്കണം. ആ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഐ വിൽ നോട്ട് ഗിവ് ഇൻ ടു എനി സെക്ഷൽ എൻകൗണ്ടർ. യാതൊരു രീതിയിൽ കല്യാണത്തിലോട്ട് കുടുംബജീവിതത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട്, ആ ആളുടെ കൂടെ ജീവിതത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു രീതിയിലും ഞാൻ ലൈംഗികമായിട്ട് യാതൊരു എൻകൗണ്ടർ ചെയ്യൂല. തീർച്ചയായിട്ടും ആ പയ്യൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പയ്യൻ നിന്നെ റെസ്പെക്ട് ചെയ്യും, അത് ആ വാക്ക് പാലിക്കും. അല്ലെങ്കിൽ നിന്നെ തീർച്ചയായിട്ടും സ്നേഹിക്കുന്നില്ലെങ്കിൽ പറയാൻ തുടങ്ങും, ഓ നീ എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലേ നിനക്ക് ഇങ്ങനെയാണ്, അല്ലെ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കുറെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും, ഫോഴ്സ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. പല രീതിയിൽ അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും സമീപനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, നമ്മളോട് യാതൊരു സ്നേഹമോ റെസ്പെക്ട് ഇല്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കുക. നമ്മൾ വണങ്ങിപ്പോവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം വളരെ റിസ്കിലാണ്. വാട്ട് അബൌട്ട് ബോയ്സ്? എൻ്റെ സഹോദരങ്ങളെ, മനസ്സിലാക്കുക, നമ്മൾ ശരിക്കും നട്ടലുള്ള ആണുങ്ങളാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുടെ ജീവിതം പണയം വെക്കത്തില്ല. ഇഫ് യു ട്രൂലി ലവ് ആൻഡ് റെസ്പെക്ട് ദാറ്റ് ഗേൾ, യു വിൽ നോട്ട് ഡിമാൻഡ് ഫ്രം ഹർ വാട്ട് ഈസ് ഗോയിങ് ടു എൻഡേഞ്ചർ ഹർ. ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റും, പക്ഷെ നിങ്ങൾക്കും ആ ഇൻഫെക്ഷൻ ബാധിക്കാം. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ബാധിച്ചില്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ ജീവിതകാലം മുഴുവൻ നഷ്ടത്തിലോട്ടാക്കുകയാണ്. റിയൽ ലവ് റെസ്പെക്ട്സ്, ഇറ്റ് ഡസ് നോട്ട് പ്രഷറൈസ്, മാനിപ്പുലേറ്റ്, ആസ്ക് ഓർ സ്നാച്ച്. ആൻഡ് ഇഫ് യു തിങ്ക് ദാറ്റ് what is being promoted outside, a condom can save your life, you are truly mistaken. It is time that we make a decision to really stick to what God has to tell us about sex. അഥവാ നമുക്ക് ഈ ഏരിയയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഫ്ലേർട്ടിങ്ങും ഈ ഒരു സെക്സിനോടുള്ള അമിതമായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ, and we find that we are striking off course, you need professional help. You need professional help. You may need a counseling. You may need a healing from whatever is the reason God has that you have emotional reasons that you are going into this. Ettam avasanam njan parayte, what you are willing to walk away from will decide what life will bring you. Please give this message about HIV to all those you meet, not just HIV, ലൈംഗിക രോഗങ്ങൾക്കെല്ലാം ഏറ്റവും ദൈവത്തിന്റെ പദ്ധതിയിൽ മുമ്പോട്ട് നീങ്ങുവാണെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ മക്കളുടെ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം വളരെ സഫലമായിട്ട് മുമ്പോട്ട് പോകും. ഇവിടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.